أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരത്തെ സ്വീകരിക്കുകയും നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരികയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് വേർപെട്ട് ബർസഖിന്റെ ലോകത്ത് കഴിയുന്നവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മൾ കേൾക്കുന്ന സൂറത്തുൽ അസ്ർ. അസ്ർ എന്ന് പറഞ്ഞാൽ കാലം എന്നാണ് അർത്ഥം. കാലം. ഈ സൂറത്ത് അവതരിക്കുന്നത് മക്കയിലാണ്. 3 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്തിന്റെ പ്രത്യേകത മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹബ്സ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. ഇമാം തബ്റാനി ഉദ്ധരിക്കുന്ന ഹദീസാണ്. കാന റജുലാനി മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇൽതഖയാ ലം യഫ്തരിഖാ ഇല്ലാ അലാ അൻ യഖറഅ അഹദുഹുമാ അലൽ ആഖർ സൂറത്തുൽ അസ്ർ ഇലാ ആഖിരി സുമ്മ യുസല്ലിമു അഹദുഹുമാ അലൽ ആഖർ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം 2 സഹാബാക്കൾ പരസ്പരം കണ്ടുമുട്ടിയാൽ അവർ രണ്ടുപേരും വേർപിരിയുന്നത് വരെ, അഥവാ അവർ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടി എന്നിട്ട് അവിടെ നിന്ന് അവർ പിരിയുന്നത് വരെ അതിൽ ഒരാൾ സൂറത്തുൽ അസ്ർ പാരായണം ചെയ്യാതെ പിരിയാറില്ല. പിന്നീട് അവര് സലാം പറഞ്ഞ് മറ്റേയാൾ സലാം പറഞ്ഞ് പിരിയും. ഇതായിരുന്നു സഹാബത്തിന്റെ പതിവ്. നോക്കണേ, 2 സഹാബാക്കൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അതിൽ ഒരാൾ സൂറത്തുൽ അസ്ർ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്യുമത്രേ. എന്നിട്ട് മറ്റേയാള് സലാം പറഞ്ഞ് അവർ തമ്മിൽ പിരിയും. ഇതായിരുന്നു അവരുടെ പതിവ്. സുബ്ഹാനല്ലാഹ്. ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ലൗ തദബ്ബറ അന്നാസു ഹാദിഹി സൂറ ലവസിഅതു. ഈ സൂറത്തിനെ ജനങ്ങൾ വേണ്ടുന്ന രൂപത്തിൽ മനസ്സിലാക്കി ചിന്തിക്കുകയാണെങ്കിൽ അത് അവരുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും മുഴുവൻ കാര്യങ്ങൾക്കും അത് മതിയാകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യന്റെ ദുനിയാവിന്റെ ആഖിറത്തിന്റെ മുഴുവൻ വിഷയങ്ങൾക്കും മതിയാകുന്ന ഒരേ ഒരു സൂറത്ത് ഇമാം ശാഫിഈ റളിയല്ലാഹുവിന്റെ വാക്കാണ്. ഒരേ ഒരു സൂറത്ത്, സൂറത്തുൽ അസ്ർ. അത്രമേൽ പ്രാധാന്യമുള്ള മഹത്വമുള്ള ഒരു സൂറത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്, സൂറത്തുൽ അസ്ർ. ഇന്നലെ നമ്മൾ കേട്ട സൂറത്ത് ഏതാണ്? ഉറക്കം പറയില്ലേ? ഉറങ്ങുവാണോ? അതിന്റെ അർത്ഥം പറയും. ഹുമസ എന്ന് പറഞ്ഞാൽ എന്താണ്? കുത്തുവാക്ക്. നല്ലപോലെ ചർച്ച ചെയ്തല്ലോ ഇല്ലയോ? ഇൻഷാ അല്ലാഹ് അത് നിലനിർത്തണം. ഒരു ദിവസം ചർച്ച ചെയ്തിട്ട് പോയാൽ പോലെ തന്നെ നിലനിർത്തണം ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും ഇത് കാണുക ഇടയിൽ പോയി ഹുമസ എടുത്ത് വായിക്കണേ എന്ന് പറയണം. സൂറത്തിൽ ഹുമസ ഓതലേ എന്ന് പറയണം. ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഇൻഷാ അല്ലാഹ്. അടി കിട്ടിയാൽ കൊണ്ടോണം എൻ്റെ അടുത്തേക്ക് വരും. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ. കാലത്തിനെ തന്നെയാണ് സത്യം, അല്ലെങ്കിൽ കാലം സാക്ഷി.
അല്ല പറയുകയാണ്. ബഹുഭൂരിഭാഗം മുഫസ്സിരീങ്ങളും കാലം എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി തആല അലൈഹി പോലുള്ള ചില മുഫസ്സിരീങ്ങൾ അസർ നമസ്കാരം, അസർ നമസ്കാരത്തിലെ തന്നെയാണ് സത്യം എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും പ്രബലമായ അഭിപ്രായം കാലമാണ്. കാലത്തിലെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായിട്ടും മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ്, നഷ്ടത്തിലും കഷ്ടത്തിലുമാണ്. ഗ്രാമർ അറിയാവുന്നവർക്കറിയാം ഇങ്ങനെയുള്ളൊരു പ്രയോഗം. അഥവാ ആദ്യം വളരെ ഗൗരവമായി മൊത്തത്തിലെ അഥവാ ആമായ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ജിജ്ഞാസയുണ്ടാകും, അല്ലേ? നമ്മളെല്ലാവരും നഷ്ടത്തിലാണ്. അതോ നഷ്ടത്തിലാവാത്തതാരാണ്? നഷ്ടത്തിലും കഷ്ടത്തിലും ആകാത്തതാരാണ്? അറിയാനുള്ളൊരു ജിജ്ഞാസ നമുക്കുണ്ടാകും. ഇത് വിശുദ്ധ ഖുർആനിന്റെ പ്രധാനപ്പെട്ട ഒരു ശൈലിയാണ്, അള്ളാഹുവിന്റെ സംസാരത്തിന്റെ ഒരു ശൈലിയാണ്. മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ്. ഇത് കേട്ടോ നിങ്ങൾക്കത് മനസ്സിലായി? തൊട്ടടുത്ത ആയത്ത് നമ്മൾ ഓതിയിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. കാലത്തിനെ വിളിച്ചുകൊണ്ട് സത്യം ചെയ്തിട്ട് അള്ളാഹു പറയുകയാണ് മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇല്ലല്ലദീന ആമനൂ, സത്യവിശ്വാസം സ്വീകരിച്ചവരൊഴികെ, വിശ്വസിച്ചവരൊഴികെ, ഇല്ലല്ലദീന ആമനൂ. എന്നിട്ട് അല്ലാഹു തആല ആ നഷ്ടത്തിലും കഷ്ടത്തിലുമായ മനുഷ്യരിൽ നിന്ന് ഇസ്തിസ്നാ ചെയ്യുകയാണ്. അല്ലാഹു ചിലരെ ഒഴിവാക്കുകയാണ്. അതിലൊന്നാമത്തെ വിഭാഗം ആരാണ്? ആമനു, മുഅ്മിനീങ്ങളാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഹൃദയത്തിന്റെ ഉള്ളിൽ യഥാർത്ഥമായ വിശ്വാസം, ഗൈബിയായ വിഷയങ്ങളിലുള്ള വിശ്വാസം, പടച്ചവരുള്ള വിശ്വാസം, അതിനെ ദൃഢീകരിച്ചവർ. രണ്ടാമത്തെ വിഭാഗമാരാണ്? അതിനോട് ചേർന്ന് തന്നെ, ഈമാനിനോട് ചേർന്ന് തന്നെ അവയവങ്ങൾ കൊണ്ട് സ്വാലിഹായ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തയാളുകൾ, നല്ല കർമ്മങ്ങൾ ചെയ്തയാളുകൾ, ഇബാദത്തുകളാകാം, താഴത്തുകളാകാം, അത്തരം ചെയ്ത ആളുകൾ രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗമോ വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ, അള്ളാഹുവിനെ വഴിപ്പെടുക എന്ന് പറയപ്പെടുന്ന, ഹറാമുകളെ ഉപേക്ഷിക്കുക എന്ന് പറയപ്പെടുന്ന ആ യാഥാർത്ഥ്യത്തെ ആളുകളിടയിൽ പറയുന്നവരാണ്, പരസ്പരം പറയുന്നവരാണ്. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തികം, മാനസികം, ശാരീരികം ഏതുമായിക്കോട്ടെ, അത്തരത്തിലുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഉടലെടുക്കുമ്പോൾ അതിൻ്റെ മേൽ ക്ഷമ അവലംബിക്കാൻ പരസ്പരം ഉണർത്തുകയും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവർ ഒഴികെ. നോക്കൂ നിങ്ങൾ, മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ആളുകളെ പറ്റി പറഞ്ഞു. ഒന്നാമത്തെ വിഭാഗം ഇല്ലല്ലദീന ആമനൂ, വിശ്വസിച്ച കൂട്ടരാണ്. രണ്ടാമത്തത് അമീലു സ്വാലിഹ, ആ വിശ്വാസത്തിനോട് ചുവടെ ചേർന്ന് അഥവാ കൽബ് കൊണ്ട് വിശ്വസിക്കുകയും അവയവങ്ങൾ കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക. വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ടും അതുപോലെ തന്നെ സത്യം സ്വീകരിക്കാനും പരസ്പരം ഉപദേശിക്കുകയും ചെയ്ത ആളുകൾ ഒഴികെ ബാക്കിയുള്ളവർ മുഴുവനും നഷ്ടത്തിലാണ്. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരു മനുഷ്യന്റെ ഈമാനിയായ വിശ്വാസപരമായ കാര്യങ്ങൾ, രണ്ടാമത്തത് അവന്റെ കർമ്മപരമായ കാര്യങ്ങൾ, മൂന്നാമത്തത് അവന്റെ ദൗത്യമാണ്. ഇതാണ് ദൗത്യം, ദഅവത്തിന്റെ ദൗത്യം. ഒരു ഭാഗത്ത് ഈമാൻ, മറുഭാഗത്ത് അമലു സ്വാലിഹ, മറുഭാഗത്ത് ദഅവത്ത്.
ഈമാൻ, അഅമാൽ, ദഅവത്ത്. ഇത് മൂന്നുമാണ് ഈ ആയത്തിൽ ചേർക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നഷ്ടവും കഷ്ടവും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ മൂന്നും ഒത്തുചേർന്നു പോകണം. അൽഹംദുലില്ലാഹ്, ഈമാൻ, അതുപോലെ തന്നെ സ്വാലിഹായ നല്ല അമലുകൾ, അതുപോലെ നിരന്തരമായി മരിക്കുന്ന സമയം വരെ നിരന്തരമായിട്ടുള്ള ദഅവത്ത്, ഹക്കിലേക്ക്, ക്ഷമയിലേക്ക്, പരസ്പരമുള്ള ഉപദേശങ്ങൾ. എത്ര സുന്ദരമായിരിക്കും ലോകം! ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടാകുന്ന ഇടങ്ങളിൽ എത്ര രസകരമായിരിക്കും ജീവിതം, ആണിന്റെയും പെണ്ണിന്റെയും. സുബ്ഹാനല്ലാഹ്, ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ കഴിയില്ല. ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. നിശ്ചലമായി പോവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജില്ല ഈ സമയത്ത്. കഴിഞ്ഞ ദിവസം കേട്ടില്ലേ, പത്തനംതിട്ടയെന്നാ വാർത്ത വന്നിരിക്കുന്നത്. പക്ഷെ കോതിയിലാണ് സംഭവം. സ്കൂളിൽ 13 വയസ്സായ ഒരു പെൺകുട്ടി, അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികൾ, അത് പ്രായപൂർത്തിയാകാത്ത, 13 വയസ്സ് പ്രായപൂർത്തിയാകുന്നില്ല, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ, അതേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോൾ ഒരു വലിയൊരു രഹസ്യം അത് പുറത്തേക്ക് വരികയാണ്. ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. സുബ്ഹാനല്ലാഹ്, സ്കൂളിൽ, സ്വന്തം ക്ലാസ്സിൽ. നഅൂദുബില്ലാഹ്, എവിടേക്കാണ് ഈ ലോകം പോകുന്നത്? എവിടേക്കാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ ഈ പോക്കിലാണ് മൂന്നാമത് പറയപ്പെട്ടിട്ടുള്ള ആ വലിയൊരു ദൗത്യം. അത് ആമാകണം, മുഴുവൻ ജനങ്ങളിലേക്കും വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ ഫിക്റിൽ ലോകത്ത് രാപകൽ ഭേദമന്യേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഉലമാക്കൾ ഡൽഹിയിൽ ചെന്നാൽ കാണാൻ കഴിയും, നിസാമുദ്ദീൻ മർക്കസിൽ ചെന്നാൽ കാണാൻ കഴിയും. അത്ഭുതം എന്ന് വേണം നമുക്ക് പറയാം. അവർക്ക് റെസ്റ്റ് എന്ന് പറയപ്പെടുന്നില്ല. നമ്മളൊക്കെ പറഞ്ഞ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഒരു മൈക്കിന്റെ മുന്നിൽ നിന്ന് ഒരു സംസാരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ പോക്കാണ്, ബലഹീനമാവുകയാണ്, ക്ഷീണിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഏതെല്ലാം രാജ്യക്കാർ, ഏതെല്ലാം ഭാഷക്കാർ, എത്രയോ മണിക്കൂറുകൾ. ഇബാദത്തിന് തടസ്സമുണ്ടോ? ഒന്നുമില്ല. ഇബാദത്തിലും കൃത്യത. സുബ്ഹാനല്ലാഹ്, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത. അതിനുശേഷം ലോകത്തിലെ മുഴുവൻ ജനങ്ങളെ പറ്റിയുള്ള ചിന്ത, അവർക്ക് വേണ്ടുന്ന സാരോപദേശം, അതിനുവേണ്ടിയുള്ള യാത്രകൾ. അത്ഭുതം എന്നേ പറയാൻ പറ്റും. അത്ഭുത മനുഷ്യന്മാരെ കാണണമെങ്കിൽ അത്തരം ഇടങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യും. നമ്മൾ ചിന്തിച്ചു പോകും, എങ്ങനെ സാധിക്കുന്നു ഒരു മനുഷ്യന്, അല്ലെങ്കിൽ ഒരാൾക്ക് ഇതെങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. അള്ളാഹു റബ്ബുൽ, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ലോകം നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളുടെ സജീവമായ രാത്രിയുടെ പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ടുള്ള കരച്ചിലും അവരുടെ ചിന്തയും ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുമാണ് ലോകം നിലനിൽക്കാൻ കാരണമാകുന്നത്. അൽഹംദുലില്ലാഹ്, ആ ഉലമാക്കൾ, അതിൽ കുറച്ച് ഉലമാക്കൾ ചൊവ്വാഴ്ച ദിവസം ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ പള്ളിയിൽ കാലുകുത്തുകയാണ്. ഒരു ദിവസം പൂർണ്ണമായും നമ്മുടെ പള്ളിയിൽ ഉണ്ടാകും. നമ്മളെല്ലാവരും അവരോടൊപ്പം ഉണ്ടാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.